നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നിർണായകമായ ഒരു പ്രസ്താവന, അതിനെക്കുറിച്ചാണ് പങ്കുവയ്ക്കാനുള്ളത്. മന്ത്രി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കാനാകില്ലെന്നും ജനങ്ങൾക്ക് ഗുണകരമാകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതിനും അങ്ങോട്ട് വാഗ്ദാനം ചെയ്തതിനും അപ്പുറം പലതും ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തൊക്കെ വികസന പദ്ധതികളാണ് താൻ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. തീർത്ഥാടന ടൂറിസത്തിന്റെ സർക്യൂട്ട് മനസ്സിലുണ്ട്. നാഗപട്ടണത്തിൽ നിന്ന് തുടങ്ങി തൃശ്ശൂരിലെ എൻ്റെ സ്വന്തം ലൂർദ് മാതാവിൻ്റെ പള്ളി വരെ നീളുന്നതാണത്. നാഗപട്ടണം, വേളാങ്കണ്ണി, ഡിണ്ടിഗൽ, മംഗളാദേവി, കാലടി, മലയാറ്റൂർ, ഭരണങ്ങാനം, കൊടുങ്ങല്ലൂർ വഴി തൃശ്ശൂർ ലൂർദ് പള്ളിയിലേക്ക് എത്തും വിധം പദ്ധതി നടപ്പാക്കാനാണ് താൻ ആലോചിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഇതിന്റെ രൂപരേഖ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗുരുവായൂരിനെ വേറെ തന്നെ കാണേണ്ടതുണ്ട് എന്നും കേരളത്തിന് തനതായ ടൂറിസം പദ്ധതികളാണ് വേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഹരിത പദ്ധതികളായിരിക്കണം കേരളത്തിന് തനതായ ടൂറിസം പദ്ധതികൾ ആയിട്ട് ഉണ്ടാകേണ്ടത്. കണ്ടൽ വനവും കായലും തുടരുതെന്നും നാടിന്റെ വികസനത്തിന്റെ ഭാഗമായുള്ള നിക്ഷേപങ്ങൾ ഒരുക്കാൻ ഒരാൾക്ക് മാത്രമായി സാധിക്കില്ല എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുകയാണ്. വ്യവസ്ഥകളെല്ലാം പാലിക്കണം. അത് പാലിച്ചുകൊണ്ട് തന്നെ നിക്ഷേപം ഇറക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്താതിരുന്നാൽ മതി എന്നൊരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. നിക്ഷേപകന്റെ ഹൃദയം കീഴടക്കാൻ ശ്രമിക്കണം, മാത്രമല്ല നിയമങ്ങൾ പാലിക്കണം. ഇപ്പോൾ തന്നെ പലരും പദ്ധതികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അതേക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താനാകില്ല എന്നും സുരേഷ് ഗോപി തുറന്നടിച്ചു. എയിംസ്, അതായത് അദ്ദേഹം കേന്ദ്രമന്ത്രിയായ ശേഷം ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എയിംസ് ആണ്. എയിംസ് 5 വർഷത്തിനകം നടപ്പിലാക്കണമെന്നാണ് തൻ്റെ പദ്ധതി എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. കേരളത്തിൽ എയിംസ് 5 വർഷത്തിനകം സാധ്യമാക്കും, പക്ഷേ പ്രവർത്തിച്ചു തുടങ്ങാൻ സ്വാഭാവികമായ സമയമെടുക്കും. എയിംസിനായി പ്രത്യേക പ്രദേശമല്ല, കേരളമാണ് കാണുന്നത്. എയിംസ് കിട്ടാൻ ഇപ്പോഴുള്ള തടസ്സം നിർമ്മിതമാണ്. കൊച്ചി മെട്രോ തൃശ്ശൂരും കടന്ന് കോയമ്പത്തൂർ വരെ നീട്ടണമെന്നത് തൻ്റെ ലക്ഷ്യമാണ് എന്നും സുരേഷ് ഗോപി തുറന്നടിച്ചു. അതിനർത്ഥം അത് നടത്തുമെന്നല്ല, ശ്രമിക്കുമെന്നാണ് പറഞ്ഞത്. അത് അനിവാര്യവും അമൂല്യവുമാണ് എന്നും സുരേഷ് ഗോപി തുറന്നടിച്ചിരിക്കുകയാണ്. യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അക്കാര്യം ബോധ്യപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഉദ്ഘാടനത്തിന് താൻ പണം സ്വീകരിക്കും എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊരു വിശദീകരണവും കൂടി സുരേഷ് ഗോപി നൽകിയിരിക്കുകയാണ്. പൊതുപരിപാടികളല്ല, എൻ്റെ സഹപ്രവർത്തകർ പോകുന്നത് പോലുള്ള പരിപാടിക്ക് പണം വാങ്ങുമെന്നാണ് പറഞ്ഞത്. കലാകാരനെ ഉപയോഗിച്ച് ക്രയവിക്രയം ഉണ്ടാക്കുന്ന വാണിജ്യ പരിപാടികൾക്ക് ഞാൻ പണം വാങ്ങും. ആ കാശിൽ നയാ പൈസ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകില്ല. പാവങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയില്ല എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഏങ്ങണ്ടിയൂരിൽ വ്യാഴാഴ്ച നടത്തിയ പ്രസംഗത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സിനിമാ നടൻ എന്ന നിലയിൽ മാത്രം ഉദ്ഘാടനങ്ങൾക്ക് വിളിച്ചാൽ മതിയെന്നും MP എന്ന നിലയിൽ തന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതേണ്ടെന്നുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. പണം വാങ്ങിയ ഉദ്ഘാടന ചടങ്ങിന് പോകൂ. ഏങ്ങണ്ടിയൂരിൽ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണ യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഈ വിധം കിട്ടുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. ഞാൻ സിനിമ ഇനിയും ചെയ്യും. സിനിമകളിലെ വരുമാനത്തിന്റെ 5 മുതൽ 8% നിർധനർക്കുള്ളതാണ്. അത് നൽകാനേ അവകാശമുള്ളൂ. കണക്കുകളൊക്കെ കൊടുക്കണ്ടേ? വ്യക്തികൾക്കല്ല, ജനങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്കായി പണം വിനിയോഗിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.